ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മുട്ടയുടെ ട്രേ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഹാർഡാണ്, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടഫാണ്, എങ്കിലും നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ നീറ്റാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉൾഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതിന് എത്ര ഇതളുകൾ വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വേണം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കളറിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ആക്രിലിക് കളറാണ്. വെള്ളം ചേർക്കാണ്ട് വേണം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ബ്ലൂ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുതിർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് ഏകദേശം ഒരു കാർഡ്ബോർഡിൻ്റെയൊക്കെ ടൈപ്പ് പോലെയാണ് വരുന്നത്. അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് കുതിർന്നു പോകും. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2-3 ഡ്രോപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്രീൻ പേപ്പർ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മേലെ ഭാഗത്ത് നിന്ന് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നിവർത്തിയതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തേക്കാണ് ആ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഫ്ലവറൊന്നും വാങ്ങിച്ച് പൈസ കളയണ്ട, ഇത് തന്നെ നല്ലൊരു അടിപൊളി ഫ്ലവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തേക്ക് ഞാൻ കളർ കൊടുത്തിട്ടില്ല, മേലെ ഭാഗത്തേക്ക് മാത്രമാണ് കളർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴെ ഭാഗം കുറച്ച് ബോറായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അതിലേക്ക് ഒട്ടിച്ചതിന് ശേഷം ഞാനിത് ഒരു ബോട്ടിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.